നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോവാണ്. അതിൽ നമ്മൾ റെസിഡ്യൂ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ടെയ്ലർ സീരീസ്, ലോറൻസ് സീരീസ്, മെക്ലോറൻസ് സീരീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വേണം. മെയിനായിട്ട് ലോറൻസ് സീരീസ്. അപ്പം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു ലോറൻസ് സീരീസിൻ്റെ സ്പെഷ്യൽ കേസാണ് ശരിക്കും ഏറ്റവും ജനറലൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ലോറൻസ് സീരീസ്. ലോറൻസ് സീരീസിൻ്റെ സ്പെഷ്യൽ കേസാണ് ടെയ്ലർ സീരീസ്. ടെയ്ലർ സീരീസിൻ്റെ സ്പെഷ്യൽ കേസാണ് മെക്ലോറൻസ് സീരീസ്. അപ്പം ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനലറ്റിക് അല്ലാണ്ടാവുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പാൻഷൻ ആണ് എന്ത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഒരു പോയിന്റിൽ അനലറ്റിക് ആണെങ്കിൽ അവിടെ കിട്ടുന്ന സർക്കിൾ ഓഫ് കൺവേർജൻസി കിട്ടുന്നതാണ് നമ്മളുടെ ടെയ്ലർ സീരീസ്. ഇനി അബൌട്ട് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന സീരീസിനെ പറയുന്നതാണ് മെക്ലോറൻസ് സീരീസ്. അപ്പോൾ ഈ എന്തിനാണ് നമ്മൾ ഈ സീരീസും ഈ റെസിഡ്യൂ എന്ന പുതിയ കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് കോംപ്ലക്സ് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷനിൽ ഇവരെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കോംപ്ലക്സ് ഫങ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസിഡ്യൂവിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് കോഷി-ഗുർസാറ്റ് തിയറം പറഞ്ഞു, കോഷി ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞു, അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞു. ഇനി നമ്മൾ അതായത് ഇപ്പോൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു ഇൻ്റഗ്രേഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത് കോഷി-ഗുർസാറ്റ് തിയറം വെച്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. സെക്കൻഡ്, അത് പറ്റിയില്ലെങ്കിൽ അവിടെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതും പറ്റിയില്ലെങ്കിൽ കോഷി എക്സ്റ്റൻഷൻ ഓഫ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷനെ ഈ 3 സ്റ്റെപ്പിലാണ് അപ്രോച്ച് ചെയ്യുക. ഇനി ഇത് 3 നടന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള കാര്യങ്ങളാണ് ഈ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റെസിഡ്യൂ എന്താണെന്നൊക്കെ ഉള്ളത് കാണാം. അതിനു മുന്നേ നമ്മൾ ഇപ്പം എന്താണ് ഒരു സിംഗുലർ പോയിന്റ് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു. ഇസഡ് നോട്ടിനെ ഒരു സിംഗുലർ പോയിന്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് എന്ന് വിളിക്കണമെങ്കിൽ എഫ് ഷുഡ് നോട്ട് ബി അനലറ്റിക് അറ്റ് ഇസഡ് നോട്ട്. അപ്പോൾ ഇഫ് എഫ് ഫെയിൽസ് ടു ബി അനലറ്റിക് അറ്റ് ഇസഡ് നോട്ട് അതിനെ നമ്മൾ സിംഗുലർ പോയിന്റ് എന്ന് വിളിക്കും. ഇനി ആ സിംഗുലർ പോയിന്റ് എപ്പോഴാണ് ഐസൊലേറ്റഡ് എന്ന് പറയാം? ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കാം. ആ സിംഗുലർ പോയിന്റ് ഇസഡ് നോട്ടിന്റെ ചുറ്റും എനിക്കൊരു എപ്സിലോൺ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് ഈ എപ്സിലോൺ നെയ്ബർഹുഡിൽ വേറെ ഒരു സിംഗുലാരിറ്റിയും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴാണ് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്? ഇസഡ് നോട്ടിന്റെ ചുറ്റും ഏതെങ്കിലും ഒരു എപ്സിലോൺ നെയ്ബർഹുഡ്, അറ്റ്ലീസ്റ്റ് 1 എപ്സിലോൺ നെയ്ബർഹുഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി, സച്ച് ദാറ്റ് ഇതിന്റെ ചുറ്റും വേറെ സിംഗുലാരിറ്റി, ഈ നെയ്ബർഹുഡിൽ വേറെ സിംഗുലാരിറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് അതിന്റെ അർത്ഥം ഈ നെയ്ബർഹുഡിൽ ആ ഫംഗ്ഷൻ ആസ് സച്ച് എന്താവണം? അനലറ്റിക് ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇസഡ് നോട്ടിനെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയും. ഇനി കുറച്ച് സിംഗുലാരിറ്റീസും അത് ഐസൊലേറ്റഡ് ആയതും അല്ലാത്തതിൻ്റെയൊക്കെ എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ആദ്യമേ പണ്ട് ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ കണ്ട ഒരു എക്സാമ്പിൾ ആണ് z+1/z³ z²+1. ഇതെവിടെയാണ് അനലറ്റിക് അല്ല ഉണ്ടാകുക? ഈ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സിൽ. എവിടെയൊക്കെയാണ് ഡിനോമിനേറ്റർ 0 ആവുക? ഇസഡ് 0 ആകുമ്പോൾ അതുപോലെ z²+1 ഈക്വൽ ടു 0 ആവണം. z²+1 ഈക്വൽ ടു 0 ആകുക എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു എന്താവണം? +or-i ആവണം. അപ്പോൾ ഈ 3 എണ്ണമാണ് 0യും iയും -iയും ആണ് സിംഗുലർ പോയിന്റ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ആൻഡ് ദേ ആർ ഐസൊലേറ്റഡ്. നോക്കിയാൽ അറിയാം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 0. പിന്നെ അടുത്ത സിംഗുലാരിറ്റി ഏതാ? -i. പിന്നെ അടുത്തത് i. ഈ 0യുടെ ചുറ്റും എനിക്കൊരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഈ നിങ്ങൾക്ക് ഇത് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ 0 ഇവിടെയാണ്, i എന്ന് പറയുന്നത് ഇവിടെയാണ്, -i എന്ന് പറയുന്നത് ഇതാണ്. ഈ 0യുടെ ചുറ്റും ഒരു നെയ്ബർഹുഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് ഈ നെയ്ബർഹുഡിൽ വേറെ സിംഗുലാരിറ്റി ഒന്നും ഈ ഫംഗ്ഷൻ ഇല്ല. അതുപോലെ എനിക്ക് ഈ ഐയുടെ ചുറ്റും ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും, -iയുടെ ചുറ്റും ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് ഈ ഫംഗ്ഷന് വേറെ സിംഗുലാരിറ്റീസ് ഒന്നും ഈ നെയ്ബർഹുഡിലില്ല. സോ ദീസ് സിംഗുലാരിറ്റീസ് ആർ ഐസൊലേറ്റഡ്. ഇനി ഇവിടെ log z ഈക്വൽ ടു lnr പ്ലസ് i തീറ്റ, നമ്മുടെ പ്രിൻസിപ്പൽ ലോഗരിതം. അവിടെ ഇസഡ് ഈ -π θ π എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് റിയൽ ആക്സിസ് കളഞ്ഞിരിക്കുകയാണ് അല്ലേ? തീറ്റ ഈക്വൽ ടു പൈ എന്ന് പറയുന്നത്, അതായത് അതിൽ -π എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് റിയൽ ആക്സിസ് കളഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ പോർഷനിലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതിന്റെ സിംഗുലാരിറ്റി ഇസഡ് ഈക്വൽ ടു 0യിൽ ഡിഫൈൻഡ് അല്ല.
and it is not isolated. ഈ 0 എന്ന് പറയുന്ന ആ സിംഗുലാരിറ്റി ഐസൊലേറ്റഡ് അല്ല. കാരണം ഈ 0യുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും എന്തും കൂടെ വരും, ഈ നെഗറ്റീവ് റിയൽ ആക്സിസിലെ പോയിന്റ്സും വരും. അപ്പോൾ ഈ നെഗറ്റീവ് റിയൽ ആക്സിസിലെ പോയിന്റ്സും എന്താണ്, ഈ ലോഗ് ഇസഡിന്റെ സിംഗുലാരിറ്റീസ് ആണ്. കാരണം അവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് ഒരു സിംഗുലർ പോയിന്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഐസൊലേറ്റഡ്. കാരണം എന്താ, 0യുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിലെ നെഗറ്റീവ് റിയൽ ആക്സിസിലെ പോയിന്റ്സും കൂടെ വരുന്നുണ്ട്. അവിടെയും ഈ ഫംഗ്ഷൻ എന്തല്ല, അനലറ്റിക് അല്ല, അല്ലെ നെഗറ്റീവ് റിയൽ ആക്സിസിലെ പോയിന്റ്സും ഇതിന്റെ സിംഗുലർ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് ഐസൊലേറ്റഡ് അല്ലാത്ത ഒരു സിംഗുലർ പോയിന്റിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ f of z equal to 1/sin π/z. ഈ ഫംഗ്ഷൻ എവിടെയാണ് 0 ആവുക, സൈൻ അല്ലെ ഡിഫൈൻഡ് അല്ലാണ്ടാകുക, ഡിനോമിനേറ്റർ 0 ആവും. ഡിനോമിനേറ്റർ എവിടെയാണ് 0 ആവുക, സൈൻ π/z എന്താവണം, ഈക്വൽ ടു 0 ആവണം. സൈൻ π/z എപ്പോഴാണ് 0 ആവുക, സൈൻ ഏതൊക്കെ വാല്യൂസിനാണ് 0 ആവുക, n പൈസിനാണ് അല്ലേ. അപ്പൊ z എന്തായിട്ട് ചൂസ് ചെയ്താലാണ് പ്രശ്നം, പ്ലസ് ഓർ മൈനസ് 1/n ആണെങ്കിൽ എന്താ സംഭവിക്കുക, സൈൻ π പ്ലസ് ഓർ മൈനസ് 1/n എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് 1/n എന്ന് പറയുമ്പോൾ n മുകളിലേക്ക് വരും. അതായത് സൈൻ പ്ലസ് ഓർ മൈനസ് n പൈ ഇതെപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ z പ്ലസ് ഓർ മൈനസ് 1/n അല്ലെ 0 ആകുമ്പോൾ എന്താവും, ഈ ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ ഈ ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, z ഈക്വൽ ടു 0, പ്ലസ് ഓർ മൈനസ് 1/n. ഇനി ഇത് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ് ആണോ, ഈ പ്ലസ് ഓർ മൈനസ് 1/n എന്ന് പറയുമ്പോൾ -1 മുതൽ 1 വരെ ഇതിന്റെ വാല്യൂസ് വരുള്ളൂ. അപ്പോൾ ഒരു സിംഗുലാരിറ്റി എന്താണ്, 0 ആണ്. അടുത്തത് എന്താണ്, 1 ആണ്. 1 ഒരു സിംഗുലാരിറ്റി ആണ്. ഇനി 1/2 ഒരു സിംഗുലാരിറ്റി ആണ്. 1/3 ഒരു ഈ പ്ലോട്ട് ചെയ്ത് മാറിപ്പോയി കേട്ടോ. ഇതിന്റെ 0യുടെയും 1ന്റെ പകുതിക്ക് വെച്ച് വേണം 1/2 വരാൻ. അതിന് 1/2 ഞാൻ 1/3ക്ക് മുന്നേ പ്ലോട്ട് ചെയ്തു കേട്ടോ. ഇതിന് മുന്നേ ആയിട്ട് വേണം 1/3 വരാൻ. അതൊന്ന് കറക്റ്റ് ചെയ്തോണേ. അതുപോലെ ഇതിന്റെ പകുതിക്ക് 0യുടെയും -1ന്റെയും പകുതിക്കാണ് -1/2 വരിക, മുന്നെയാണ് -1/3 വരിക. അപ്പൊ ഇവിടെയൊക്കെ നോക്കിയാൽ പിന്നെ അടുത്ത സിംഗുലാരിറ്റി 1/4 ആണ്. 1/4 പിന്നെ 1/5 അങ്ങനെ. അപ്പൊ ഇവരുടെ എല്ലാം ചുറ്റിലും നമുക്ക് മറ്റേതൊന്നും വരാത്ത പോലെ ഒരു നെയ്ബർഹുഡ് എന്തായാലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിംഗുലാരിറ്റിയും എന്താണ്, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്. അപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിംഗുലാരിറ്റിക്കും ഐസൊലേറ്റഡ് അല്ലാത്ത സിംഗുലാരിറ്റിക്കും എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഈ ത്രൂ ഔട്ട് ദിസ് മൊഡ്യൂള് എങ്ങനെയുള്ള സിംഗുലാരിറ്റീസെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെ എങ്ങനെയുള്ള ഫംഗ്ഷൻസെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ് വരുന്ന പോലെയുള്ള ഫംഗ്ഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ നോൺ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിംഗുലാരിറ്റി ഉള്ള ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നില്ല. ഇനി ദ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി, ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറയണമെങ്കിൽ, ഒരു ഫംഗ്ഷന്റെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ് ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഇന്റിജർ r1 കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് മോഡ് z r1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഈ ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് r1 റേഡിയസ് ഉള്ള ഒരു സർക്കിള്, ഇതിന്റെ എക്സ്റ്റീരിയറിൽ ആ ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കണം. എന്താണ്, ഈ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ എന്തായിരിക്കണം, അനലറ്റിക് ആണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അറ്റ് z നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഒരു ഫംഗ്ഷന് ഇൻഫിനിറ്റിയിൽ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് r1 റേഡിയസ് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്റ്റീരിയർ, അതാണ് r1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഈ എക്സ്റ്റീരിയറിൽ ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഹാസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അറ്റ് z നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനിയാണ് നമ്മളുടെ മെയിൻ ഡെഫിനിഷനിലേക്ക് വരുന്നത്. റെസിഡ്യൂ എന്താണെന്നുള്ളത് പറയാൻ പോവാണ്. അപ്പൊ റെസിഡ്യൂ എപ്പോഴും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സിലാണ്. ഇപ്പൊ എന്താണ് റെസിഡ്യൂ എന്ന് നോക്കാം. നമുക്കൊരു ഫംഗ്ഷന് ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഉണ്ട് z0 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അനലറ്റിക് ആയിട്ടുള്ള ഒരു ആനുലർ ഡൊമെയിൻ പറയാം. 0 ലെസ് ദാൻ മോഡ് z മൈനസ് z0 ലെസ് ദാൻ r2. അതായത് ഈ z0 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ആനുലർ ഡൊമെയിൻ. ആ ഡൊമെയിനിൽ ഈ ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ടാവും, ഈ ഫംഗ്ഷൻ അവിടെ ഒരു ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. ഈ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് പവേഴ്സ് ഓഫ് z മൈനസ് z0 നെഗറ്റീവ് പവേഴ്സ് ഓഫ് z മൈനസ് z0 കൂടെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. നമ്മൾ സമ്മേഷൻ an z
minus z naught raised to n plus summation bn by z minus z naught raised to n എന്നാണ് ആ ലോറൻസ് സീരീസിനെ എഴുതുക. അപ്പോൾ അതിൽ ഈ പോർഷനിൽ അതായത് നെഗറ്റീവ് പവേഴ്സ് വരുന്ന പോർഷൻ അതിനെ നമ്മൾ സാധാരണ പ്രിൻസിപ്പൽ പാർട്ട് എന്നും പറഞ്ഞാണ്, അല്ലെ പ്രിൻസിപ്പൽ പാർട്ട് അല്ലെ സിംഗുലർ പാർട്ട് എന്നും പറഞ്ഞാണ് വിളിക്കുക, സിംഗുലർ പാർട്ട്. ഇതൊന്നും ഇവിടെ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ആ ലോറൻസ് സീരീസിന്റെ പോർഷൻ, അതായത് ഡിനോമിനേറ്ററിൽ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് വരുന്ന ആ പോർഷൻ, അതിൽ ഈ b1 ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്, ഈ b1നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ്. അതായത് ഇവിടെ നമ്മൾ ജനറലി ബി എൻ എങ്ങനെ എഴുതാം, 1/2πi, ഇതൊക്കെ ആ ലോറൻസ് സീരീസിന്റെ ഫോർമുലയിലുണ്ട് കേട്ടോ. 1/2πi ഇന്റഗ്രൽ ഓവർ സി ഇസഡ് മൈനസ് എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു മൈനസ് n പ്ലസ് 1 ആണ്. വേർ സി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്ലി ഓറിയന്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, ആ ആനുലാർ ഡൊമൈനിൽ കിടക്കുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. ഇവിടെ n ഈക്വൽ ടു 1 ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് b1. b1 എന്ന് പറയുമ്പോൾ 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോളുക. ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്താണ്, ഈക്വൽ ടു 2πi b1 ആണ്. ഈ കോംപ്ലക്സ് നമ്പർ b1, അതായത് ഈ b1 എന്ന് പറയുന്ന ഏതിന്റെ കോഎഫിഷ്യന്റ് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് 1/z minus z naught in the Lorentz series expansion-നെയാണ് നമ്മൾ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് z naught എന്ന് പറയാം. അപ്പൊ എന്താണ്, ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ 1/z minus z naught ഇതിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ്, അതാണ് നമ്മളുടെ b1. ഈ b1നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റെസിഡ്യൂ ഓഫ് എഫ് at z equal to z naught. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് റെസിഡ്യൂ z equal to z naught f z ആണ്. അതുപോലെ ഇന്റഗ്രൽ ഓവർ സി എഫ് z d z എന്താണ്, 2πi b1 ആണ്. ഈ രണ്ട് റിസൾട്ടും ഇവിടെ ഓർത്തിരിക്കുക. ഒന്ന് ഈ റിസൾട്ട് ഓർത്തിരിക്കുക. ഇനി എന്താണ് റെസിഡ്യൂവിന്റെ ഡെഫിനിഷൻ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് 1/z minus z naught ആണ് എന്താണ് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് z equal to z naught എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫോർമുലയും ഓർത്തിരിക്കുക, അതുപോലെ റെസിഡ്യൂവിന്റെ ഡെഫിനിഷനും ഇവിടെ ഓർത്തിരിക്കുക. ഇനി നമ്മളൊരു എക്സാമ്പിളിൽ എങ്ങനെയാണ് ഈ റെസിഡ്യൂ ലോറൻസ് സീരീസിൽ നിന്ന് റെസിഡ്യൂ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ നമ്മൾ നേരത്തെ പഠിച്ചു പ്രോബ്ലത്തിൽ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z ഇൻറ്റു ഇസഡ് മൈനസ് 2 റേസ് ടു 4 ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, റെസിഡ്യൂ എവിടെയേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സിലെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷന് എത്ര സിംഗുലർ പോയിന്റ്സ് ഉണ്ട്, 2 സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് 0യും ഒന്ന് 2 ആണ്. അപ്പം നമുക്ക് ഈ ഫംഗ്ഷന് 2 റെസിഡ്യൂ കണ്ടുപിടിക്കാം. ഒന്ന് റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 0 എഫ് ഇസഡും, അതുപോലെ ഒന്ന് റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2 എഫ് ഇസഡും. അപ്പോൾ 0യിലെ റെസിഡ്യൂവും കണ്ടുപിടിക്കാം, 2യിലെ റെസിഡ്യൂവും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 0യിലെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. 0യിലെ റെസിഡ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഇൻ ടേംസ് ഓഫ് ഇസഡ് വേണം. കാരണം ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഇവിടെ 0 ആണ്. അപ്പോൾ ഇതിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് 0 അല്ലെ ഇസഡ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കണം. അപ്പം ആദ്യം, കാരണം റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈ കേസിൽ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 0 എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് 1/z ആണ് ഇൻ ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഇനി റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2 ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് 1/z മൈനസ് 2 ആണ് ഇൻ ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഇൻ ടേംസ് ഓഫ് ഇസഡ് കാണാൻ പോവാണ്. അപ്പം ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഡൊമൈൻ ഇൻ ടേംസ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ ആനുലാർ ഡൊമൈൻ എന്ത് വരും, മോഡ് ഇസഡ്. ഇനി മോഡ് ഇസഡ് 0 കളയണം, കാരണം 0യിൽ അനലിറ്റിക് അല്ല. അതുപോലെ 2 ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 2 എന്ന് പറയുന്നതിന് ആ റീജിയനിലാണ് നമ്മൾ ഇതിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിന്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്യണം, ഇസഡിന്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1/z, ഇത് ഇസഡിന്റെ ടേംസിലാണുള്ളത്. അപ്പോൾ 1/z, പക്ഷെ ഇവിടെ നമുക്ക് ഇസഡ് മൈനസ് 2 ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ഇസഡിന്റെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2⁴ പുറത്തേക്ക് എടുത്തു. 2⁴ എന്ന് പറഞ്ഞാൽ 2നെ ഇതിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2⁴ വരും, അതുകൊണ്ടാണ്. അപ്പൊ 2നെ ഇതിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2⁴ വന്നു. z/2 -1 എന്ന് വന്നു. ഇതിൽ നിന്ന് ഒരു -1 പുറത്തേക്ക് എടുത്താൽ എന്താണ്, -1⁴ ആണ് വരിക. അപ്പൊ അവിടെ അഗെയിൻ 1 ആണ്. അപ്പൊ 1/2⁴z into 1 - z/2⁴.
ഇനി ദിസ് ഇസ് ഈക്വൽ ടു 1/2⁴ ഇൻറ്റു 1 മൈനസ് ഇസഡ് ബൈ 2 റേസ് ടു -4. അപ്പം നമുക്ക് ജനറലി ഏതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ അറിയത്തുള്ളൂ? 1 മൈനസ് ഇസഡ് റേസ് ടു -1ൻ്റെയും അതുപോലെ 1 പ്ലസ് ഇസഡ് റേസ് ടു -1ൻ്റെ എക്സ്പാൻഷനെ കാണാതെ അറിയത്തുള്ളൂ. ഇതേ റേസ് ടു -4 അറിയത്തില്ല. അപ്പോൾ ആ -4 കണ്ടുപിടിക്കാനാണ് ഇത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതൊന്നുമല്ല, എന്നാലും അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ 1 മൈനസ് ഇസഡ് ബൈ 2 റേസ് ടു -4ൻ്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ടൈലർ സീരീസ് കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്തായിട്ടെടുത്തു? g of z ഈക്വൽ ടു 1/1 മൈനസ് ഇസഡ് റേസ് ടു 4 എടുത്തു. ഇതെവിടെയാണ് അനലിറ്റിക്? 1ൽ അനലിറ്റിക് അല്ല, ബാക്കി എല്ലായിടത്തും. അപ്പോൾ മോഡ് z ലെസ് ദാൻ 1ൽ ഇത് അനലിറ്റിക് ആണ്. അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ കാണണമെങ്കിൽ ആദ്യം എന്ത് വേണം? എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് ബൈ, അല്ലെ ഇവിടെ ഇസഡ് നോട്ട് 0 ആയതുകൊണ്ട് ഇസഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഇസഡ് നോട്ട് ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അങ്ങനെയാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെ g of 0 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി g ഡാഷ് z എന്ന് പറയുന്നത് -4 ഇൻറ്റു -1/1 മൈനസ് ഇസഡ് റേസ് ടു 5. ഇത് 4/1 മൈനസ് ഇസഡ് റേസ് ടു 5. g ഡാഷ് 0 4 ആണ്. ഇതുപോലെ g ഡബിൾ ഡാഷ് z കണ്ടു, g ഡബിൾ ഡാഷ് 0 കിട്ടി. g ട്രിപ്പിൾ ഡാഷ് z ചെയ്തു, g ട്രിപ്പിൾ ഡാഷ് 0 കിട്ടി. ഇനി നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് g of z about z ഈക്വൽ ടു 0 എഴുതാം. 1/1 മൈനസ് ഇസഡ് റേസ് ടു 4 എന്ന് പറയുന്നത് 1 പ്ലസ് ഇവിടെ f ഡാഷ് z നോട്ട് അല്ലെ g ഡാഷ് 0 ആണ് വരിക, അത് 4 ആണ്. z പ്ലസ് ഇവിടെ g ഡബിൾ ഡാഷ് 0 20 ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് 1/120 ഇൻറ്റു ഇസഡ് ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ വരേണ്ടത് ആ 20 ഇവിടെ 20 ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഉണ്ട് കേട്ടോ. ഇവിടെ ബൈ 2 ഫാക്ടോറിയൽ, ഇവിടെ ബൈ 3 ഫാക്ടോറിയൽ ഉണ്ട് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്, അതൊന്ന് എഴുതിക്കോണേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതായത് 1 പ്ലസ് 4z, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 4z പ്ലസ് 20 ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. 20 ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ആ ടേം വരുമ്പം 20യും 4ഉം കൂടെ ക്യാൻസൽ, 20യും 2ഉം കൂടെ ക്യാൻസൽ ആകുമ്പോൾ 10 ഇസഡ് സ്ക്വയർ വരും. ഇനി പ്ലസ് 120 ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 120 ബൈ, ഇതിപ്പോൾ 20 ഇസഡ് ക്യൂബ് വരും. 20 ഇസഡ് ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതാണ് എക്സ്പാൻഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 1/1 മൈനസ് ഇസഡ് റേസ് ടു 4ൻ്റെ എക്സ്പാൻഷൻ കിട്ടി. എന്താണ്? 1 പ്ലസ് 4z പ്ലസ് 10 ഇസഡ് സ്ക്വയർ പ്ലസ് 20 ഇസഡ് ക്യൂബ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എഫ് ഓഫ് ഇസഡ്, നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ എന്താണ്? ഇവിടം വരെ എത്തി നമ്മൾ 1/2 റേസ് ടു 4z ഇൻറ്റു 1 മൈനസ് ഇസഡ് ബൈ 2 റേസ് ടു -4. ഇത് എവിടെയാണ് വാലിഡ്? മോഡ് ഇസഡ് ലെസ് ദാൻ 1ൽ ഈ എക്സ്പാൻഷൻ വാലിഡ് ആണ്. അപ്പോൾ ഇത് ബൈ 2 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇട്ടേക്കണം കേട്ടോ, അത് ഞാൻ എഴുതിയിട്ടില്ല നോട്ടിൽ, അത് ഇട്ടുള്ളൂ. അപ്പോൾ 1 മൈനസ് ഇസഡ് ബൈ 2 റേസ് ടു -4 എന്ന് പറയുമ്പോൾ ഇസഡിൻ്റെ ഈ എക്സ്പാൻഷനിൽ ഇസഡിൻ്റെ പ്ലേസിലെല്ലാം ഇസഡ് ബൈ 2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. കാരണം ഇവിടെ മോഡ് ഇസഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഉറപ്പായിട്ടും മോഡ് ഇസഡ് ബൈ 2 ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പാൻഷൻ 1/2 റേസ് ടു 4 ഇസഡ് അതേപടി എഴുതി. ഇനി എന്ത് വരും? ഇതിൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് 4 ഇൻറ്റു ഇസഡ് ബൈ 2 പ്ലസ് എന്ത് വരും? 10. ഇവിടെ 10 ഇൻറ്റു ഇവിടെ 10 ഇസഡ് സ്ക്വയർ ആണ്, ഇസഡ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ 20 ആണ് വരിക, 20 ഇസഡ് ബൈ 2 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് എക്സ്പാൻഷൻ പോവുക. അപ്പോൾ ഇനി ഇതിനെ ഫർദർ നമ്മൾ 1/2 റേസ് ടു 4 ഇസഡ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 1/2 റേസ് ടു 4 ഇസഡ് പ്ലസ് 4/2 റേസ് ടു 4 by z into z by 2 plus etc. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകും. അപ്പോൾ ഇത് 10ഉം 20 ഒക്കെ ആയിട്ട് തിരുത്തി എഴുതിക്കോണേ. നമുക്ക് എന്ത് മതി? കോഎഫിഷ്യന്റ് ഓഫ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z ഈക്വൽ ടു 0 ആണ്. അതിന് എന്ത് മതി? കോഎഫിഷ്യന്റ് ഓഫ് 1/z മതി. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് 1/z എന്താണ്? 1/2 റേസ് ടു 4 ആണ്. അപ്പോൾ അതായത് 1/16. അപ്പോൾ ഇവിടെ residue of the function 1/z into z minus 2 whole raised to 4 at z not equal to 0 എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് 1/z ആണ്. ആ കോഎഫിഷ്യന്റ് നമ്മൾ നേരത്തെ എക്സ്പാൻഷനിൽ നിന്ന് കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/16. ഇത് നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ്.
ഇനി നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം ഏത് z-2ന്റെ ടേംസിൽ. കാരണം നമുക്ക് ഇനി കാണേണ്ട റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 2 f ഓഫ് z ആണ്. അതിന് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് 1/z-2 ആണ് ആവശ്യം. അപ്പോൾ അതിന് പറ്റിയ ആനുലർ റീജിയൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ്. ആ ആനുലർ റീജിയൻ എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല? 0 ഉണ്ടാകാൻ പാടില്ല, 2 ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് z-2 എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് 2 ഡിലീറ്റഡ് ആയി. ഇനി ഇത് ലെസ് ദാൻ, അപ്പോൾ മോഡ് z-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ 2 സെന്റർ ആക്കിക്കൊണ്ടുള്ള സർക്കിൾ ആണ്. 2 സെന്റർ ആക്കിക്കൊണ്ടുള്ള സർക്കിൾ റേഡിയസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് 0യിൽ ടച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് z-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ 2 ഡിലീറ്റ് ചെയ്ത്. ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ഇത് 0യിൽ ക്രോസ് ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ്, രണ്ട് സിംഗുലാരിറ്റി 0ഉം 2ഉം നമ്മുടെ ഈ ഡൊമൈനിൽ നിന്ന് ഡിലീറ്റഡ് ആണ്. ഇനി നമുക്ക് വേണ്ടത് z-2ന്റെ ടേംസിലുള്ള പവർ സീരീസ് ആണ്. അപ്പോൾ ഇവിടെ 1/z-2 raised to 4 ഓൾറെഡി ആ പവറിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് 1/z-നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1/z-നെ നമ്മൾ z-2 + 2 എന്ന് എഴുതി. എന്നിട്ട് ഇതിൽ നിന്നൊരു 2 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 1 + z-2/2 ആയി. അപ്പോൾ ഓൾറെഡി മോഡ് z-2 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ മോഡ് z-2/2 എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നമ്മളുടെ എക്സ്പാൻഷൻ ഇവിടെ കൊടുക്കുക. 1 + z-2/2 ഹോൾ റേസ് ടു -1 എന്ന് പറയുന്ന 1 - z-2/2 plus z-2/2 whole square minus z-2/2 whole cube etc. ഇനി ഈ 1/2 z-2 raised to 4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഇവിടെ 1/z-2ന്റെ കോഎഫിഷ്യന്റ് കിട്ടും. 1/z-2ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? ഇവിടെ 16 തന്നെയാണ്. -16 -1/16. അപ്പോൾ ഇവിടെ -1/16 ആണ് കോഎഫിഷ്യന്റ് ഓഫ് 1/z-2. അതാണ് റെസിഡ്യൂ ഓഫ് f of z at z equal to 2. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ തന്നെ രണ്ട് പോയിന്റിലുള്ള റെസിഡ്യൂസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഇവിടെ വേറൊരു ഫംഗ്ഷൻ f of z equal to e raised to 1/z² തന്നിട്ടുണ്ട്. e raised to 1/z². ഇത് എവിടെയാണ് അനലിറ്റിക് അല്ലാത്തത്? z equal to 0 ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ റെസിഡ്യൂ അറ്റ് z equal to 0 കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? e raised to z-ന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. അത് ഇതാണ് 1 + z + z²/2 factorial plus etc. ഇത് മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആണ്. 1/e raised to 1/z² എന്ന് പറയുമ്പോൾ 0 കളയണം. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റിയിലാണ് ഇത് ഡിഫൈൻഡ്. അപ്പോൾ നേരത്തെ എക്സ്പാൻഷനിൽ z-ന് പകരം 1/z² ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം റെസിഡ്യൂ ഓഫ് f at z equal to 0 എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് 1/z ആണ് ഇതിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ. ഇവിടെ 1/z-ന്റെ ഒരു ടേമേ ഇല്ല. അപ്പോൾ റെസിഡ്യൂ ഓഫ് f of z at z equal to 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതിന്റെ റെസിഡ്യൂ at z equal to 0 എന്താണ്? 0 ആണ്. ഇനി നമ്മൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് തിയറം പഠിക്കുകയാണ്, കോഷീസ് റെസിഡ്യൂ തിയറം. ഇത് അങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാറില്ല, പക്ഷെ ഇതിന്റെ പ്രൂഫ് സിമ്പിൾ ആണ്. സ്റ്റേറ്റ്മെന്റ് എന്തായാലും പഠിച്ചിരിക്കണം. നമ്മൾ ഇനിയുള്ള എല്ലാ പ്രോബ്ലം, കോംപ്ലക്സ് ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ പ്രോബ്ലംസ് എല്ലാം തന്നെ ഈ കോഷീസ് റെസിഡ്യൂ തിയറം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ് ഡിസ്ക്രൈബ് ഇൻ ദ പോസിറ്റീവ് സെൻസ്. ഇതാണ് നമ്മളുടെ ആ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. ഒരു ഫംഗ്ഷൻ എഫ് അനലിറ്റിക് ആണ് ഇൻസൈഡ് സി എക്സെപ്റ്റ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലർ പോയിന്റ്സ്. അപ്പോൾ ഈ സിയുടെ ഉള്ളിൽ ചില ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മളെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ആ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ആണ് z1, z2 എക്സെട്ര zn ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്താണെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi summation k equal to 1 to n റെസിഡ്യൂ അറ്റ് z equal to z k f of z. അതായത് ഈ ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ഇൻറ്റു ഈ ഓരോ പോയിന്റിലും ഈ ഫംഗ്ഷന്റെ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യുന്ന സം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിയുടെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡിന് ഏതൊക്കെ സിംഗുലാരിറ്റീസ് ഉണ്ട് അതിൽ റെസിഡ്യൂ കണ്ടുപിടിക്കുക ഓരോ പോയിന്റിലും, എന്നിട്ട് ഇൻറ്റു 2πi ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടുക.
അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇപ്പം ഈ റെസിഡ്യൂ കാണണമെങ്കിൽ എന്ത്, ഇപ്പം നമ്മൾ ഒരു മെത്തേഡേ പഠിച്ചുള്ളൂ, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ചെയ്യേണ്ടി വരും. അപ്പം എപ്പോഴും ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരും. തൽക്കാലം നിങ്ങളിപ്പോൾ റെസിഡ്യൂ കാണുന്നത് എങ്ങനെയാണ്, ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ 1/z അല്ലെ 1/z, റെസിഡ്യൂ അറ്റ് 0 ആണെങ്കിൽ 1/z, റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 3 ആണെങ്കിൽ 1/z മൈനസ് 3യുടെ കോഎഫിഷ്യന്റ്, അങ്ങനെ ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാൻ നമ്മൾ നേരത്തെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച ഒരു തിയറി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ? ഇതുപോലൊരു കോണ്ടൂറിൻ്റെ അകത്ത് നമ്മൾ സർക്കിൾസ് വരച്ചത്. അപ്പോൾ ലെറ്റ് ദ പോയിന്റ്സ് ZK ബി സെന്റേഴ്സ് ഓഫ്, അപ്പോൾ ഈ ഓരോ സിംഗുലാരിറ്റീസും സെന്റർ ആക്കിക്കൊണ്ട് നമ്മൾ ഓരോ സർക്കിള് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആയിട്ട് വരച്ചു. Z1ന്റെ ചുറ്റും C1, Z2ന്റെ ചുറ്റും C2. ഈ സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഇന്റർസെക്ഷൻ ഇല്ലാത്ത പോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ സിയുടെ ഇൻസൈഡും C1, C2, CKയുടെ ഔട്ട്സൈഡും ഉള്ള പോർഷനിൽ, അതായത് ഈ പറയുന്ന പോർഷനിൽ നമ്മളുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അപ്പോൾ തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, C പോസിറ്റീവ്ലി ഓറിയന്റഡും ഇതിൻ്റെ അകത്തുള്ള സർക്കിൾസ് നെഗറ്റീവ്ലി ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു തിയറം ഉണ്ട്. അതായത് ഇന്റഗ്രൽ ഓവർ C FZ dZ എന്ന് പറയുന്നത് പ്ലസ് സമ്മേഷൻ ഇന്റഗ്രൽ ഓവർ CK FZ dZ ഈക്വൽ ടു 0 ആണ്. ഈ CK എന്ന് പറയുന്നത് അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു എടുത്തിരുന്നത്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന C1, C2 എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ആ മൾട്ടിപ്ലി കണക്റ്റഡ് തിയറത്തിന്, ആ ഡൊമൈനിന്റെ തിയറത്തിൽ നമ്മൾ ഇന്റഗ്രൽ ഓവർ C FZ dZ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തേ വ്യത്യാസം വരുള്ളൂ, ഇത് ക്ലോക്ക് വൈസ് ആയത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഒരു മൈനസ് വരും. അപ്പോൾ മൈനസ് സമ്മേഷൻ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, K ഈക്വൽ ടു 1 to n ഇന്റഗ്രൽ ഓവർ CK FZ dZ. ഇനി നമ്മൾ ഇന്റഗ്രൽ ഓവർ CK FZ dZ നമ്മൾ ആ റെസിഡ്യൂവിന്റെ ഡെഫിനിഷൻ തുടങ്ങിയ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇന്റഗ്രൽ ഓവർ CK FZ dZ എന്ന് പറയുന്നത് 2πi ഇൻറ്റു റെസിഡ്യൂ അറ്റ്, ഈ CKയുടെ അകത്ത് ഈ ZK എന്ന് പറയുന്ന സിംഗുലാരിറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ ഇന്റഗ്രൽ ഓവർ CK FZ dZ എന്ന് പറയുന്നത് 2πi റെസിഡ്യൂ അറ്റ് Z ഈക്വൽ ടു ZK FZ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇന്റഗ്രൽ ഓവർ C FZ dZ എന്ന് പറയുന്നത് സമ്മേഷൻ K ഈക്വൽ ടു 1 to n, ഇതിന് പകരം എന്ത് വരും, റെസിഡ്യൂ അറ്റ് Z ഈക്വൽ ടു ZK FZ. ഇതാണ് നമ്മളുടെ കോഷീസ് റെസിഡ്യൂ തിയറം. സ്റ്റേറ്റ്മെന്റ് എന്തായാലും പഠിച്ചിരിക്കുക, ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇത് വെച്ച് ആദ്യത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഇന്റഗ്രൽ ഓവർ C 5z minus 2/z into z minus 1 dz where the C എന്ന് പറയുന്ന mod z equal to 2 എന്ന് പറയുന്ന സർക്കിൾ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ കോഷി-ഗുർസാറ്റ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതില്ല. കോഷി ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതുമില്ല. എക്സ്റ്റൻഷൻ ഓഫ് കോഷി ഇന്റഗ്രൽ ഫോർമുല അതുമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന കോഷി റെസിഡ്യൂ തിയറാണ്. അപ്പോൾ കോഷി റെസിഡ്യൂ തിയറം വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കോഷി റെസിഡ്യൂ തിയറം വെച്ചിട്ട് സിയുടെ ഉള്ളിൽ ഏതൊക്കെ സിംഗുലാരിറ്റീസ് വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ f of z എന്ന് പറയുന്നത് 5z minus 2/z into z minus 1 ആണ്. ഈ ഫംഗ്ഷൻ ഏതൊക്കെ സിംഗുലാരിറ്റീസ് ആണ് ഉള്ളത്? mod z equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് റേഡിയസ് 2 ഉള്ള സർക്കിളാണ്. അപ്പോൾ ഈ സിംഗുലാരിറ്റീസ് വരുന്നത് 0ഉം 1ഉം ആണ്. ഇത് രണ്ടും ഏതിൻ്റെ ഉള്ളിലാണ്? ഈ സിയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ രണ്ട് സിംഗുലാരിറ്റീസും ഈ സിയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഷി റെസിഡ്യൂ തിയറം വെച്ചിട്ട് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ഇൻറ്റു റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1. അപ്പോൾ സപ്പോസ് നമ്മൾ എടുത്തിരുന്ന സർക്കിളിന്റെ ഉള്ളിലാണ് ഒരു സിംഗുലാരിറ്റി, പുറത്താണ് ഒരു സിംഗുലാരിറ്റി എങ്കിലോ നിങ്ങൾ ഈ ഫോർമുലയിൽ ഉള്ളിലുള്ള സിംഗുലാരിറ്റിയിലെ റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി, പുറത്തുള്ള ആളുടെ കാര്യം നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ എടുത്തിരുന്ന സർക്കിൾ എന്ന് പറയുന്നത് mod z ഈക്വൽ ടു 3/2 ആയിരുന്നെങ്കിൽ വിചാരിക്കുക. അല്ല, mod z ഈക്വൽ ടു 3/2 അല്ല, mod z ഈക്വൽ ടു 1/2 ആണെന്ന് വിചാരിക്കുക. mod z ഈക്വൽ ടു 1/2 ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം z ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിംഗുലാരിറ്റി മാത്രമേ ഈ സർക്കിളിന്റെ ഉള്ളിൽ കാണുള്ളൂ. 1 എന്ന് പറയുന്ന സിംഗുലാരിറ്റി ഈ സർക്കിളിന്റെ പുറത്തായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 f of z മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇവിടെ mod z ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിൾ ആയതുകൊണ്ട് ഈ രണ്ട് സിംഗുലാരിറ്റീസും എവിടെയാണ് കിടക്കുന്നത്? 0ഉം 1ഉം ഈ സർക്കിളിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. രണ്ട് റെസിഡ്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 കാണാൻ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് f ഇൻ ഏത് ഡൊമൈനിൽ കാണണം? mod z എന്നുള്ള ഡൊമൈൻ, mod z
അതിൽ എന്തുണ്ടാവാൻ പാടില്ല, സീറോയും ഉണ്ടാവാൻ പാടില്ല, വണ്ണും ഉണ്ടാവാൻ പാടില്ല. അത് സീറോയും ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് ഇസഡിന്റെ പവേഴ്സിലാണ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി ഇസഡിന്റെ പവറിലാണ് കിടക്കുന്നത്. ഇനി നോക്കേണ്ടത് ഈ ഇസഡ് മൈനസ് 1ന്റെ കാര്യമാണ്. അപ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ 5z മൈനസ് 2 മൈനസ് ഇസഡ് ഇൻറ്റു 1 മൈനസ് ഇസഡ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 5z മൈനസ് 2 ഇസഡ് ഇങ്ങനെ എടുത്തു. 1 മൈനസ് ഇസഡ് റേസ് ടു -1. നമുക്കറിയാം മോഡ് ഇസഡ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് എക്സ്പാൻഷൻ പറ്റും. 5z മൈനസ് 2 ഇസഡ് ഇൻറ്റു 1 പ്ലസ് ഇസഡ് സ്ക്വയർ എക്സെട്ര എക്സ്പാൻഷൻ എഴുതി. ഇനി ഈ ഇസഡ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 5 മൈനസ് 2 ഇസഡ് എന്ന് കിട്ടും. 5 മൈനസ് 2 ഇസഡ് ഇൻറ്റു ഈ മൈനസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ -1 മൈനസ് ഇസഡ് സ്ക്വയർ. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, കോഎഫിഷ്യൻ്റ് ഓഫ് 1/z ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം ഇസഡിൻ്റെ പോസിറ്റീവ് പവേഴ്സ് ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഉണ്ട് 2/z. അപ്പോൾ 1/zന്റെ കോഎഫിഷ്യൻ്റ് എന്താണ്, 2 ആണ്. അപ്പോൾ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 0 എന്താന്ന് കിട്ടി, നമുക്ക് 2 ആണെന്ന് കിട്ടി. ഇനി റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 1 കാണണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇസഡ് മൈനസ് 1ന്റെ ടേംസിലുള്ള പവർ സീരീസ് എക്സ്പാൻഷൻ കാണണം. അപ്പം നമ്മളുടെ ഡൊമെയിൻ ആനുലർ ഡൊമെയിൻ മോഡ് ഇസഡ് മൈനസ് 1 അതിൽ എന്തുണ്ടാവാൻ പാടില്ല, സീറോയും ഉണ്ടാവാൻ പാടില്ല, 1ഉം ഉണ്ടാവാൻ പാടില്ല. 0 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് 1 എന്ന് പറയുമ്പോൾ ഏത് പോയിന്റ് പോയി, 1 എന്ന് പറയുന്ന പോയിന്റ് പോയി. ഇനി ഏത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. മോഡ് ഇസഡ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 സെന്റർ ആക്കിക്കൊണ്ടുള്ള സർക്കിളാണ്. അപ്പോൾ അതിന്റെ റേഡിയസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണെങ്കിൽ 0 എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ വരില്ല. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയതുകൊണ്ട് 0യും ഈ ഡൊമൈനിൽ നിന്ന് പോയി. അപ്പോൾ ഈ റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇസഡ് മൈനസ് 1ന്റെ പവറിൽ ആക്കണം. ഇത് ഇസഡിന്റെ പവറിലാണ്, ഇത് ഓൾറെഡി ഇസഡ് മൈനസ് 1 ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഈ ഇസഡിനെ ഞാൻ ഇസഡ് മൈനസ് 1 പ്ലസ് 1 എന്ന് എഴുതി. -2 ഇതിനെ ഇസഡ് മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 1. ഇനി ഇതപ്പം എനിക്ക് 5z മൈനസ് 1 പ്ലസ് ഇത് 5 മൈനസ് 2 3z മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് ഇസഡ് മൈനസ് 1 എന്ന് എഴുതി. ഇനി ഇതിനെ ഞാൻ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 5z മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് ഇസഡ് മൈനസ് 1. അപ്പോൾ ഈ ഇസഡ് മൈനസ് 1 ക്യാൻസൽ ചെയ്തു. ബാക്കി 5/1 പ്ലസ് ഇസഡ് മൈനസ് 1. ഇനി ഇവിടെ 3/z മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് ഇസഡ് മൈനസ് 1. ഇനി മോഡ് ഇസഡ് മൈനസ് 1 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ എക്സ്പാൻഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇത് 5 ഇൻറ്റു 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഹോൾ റേസ് ടു -1 അതിൻ്റെ എക്സ്പാൻഷൻ അവർ അതാണ് ഇത്. 1 മൈനസ് ഇസഡ് മൈനസ് 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സെട്ര പ്ലസ് ഇവിടെ 3/z മൈനസ് 1 പിന്നെ ഇതിൻ്റെ എക്സ്പാൻഷൻ 1 മൈനസ് ഇസഡ് മൈനസ് 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ എക്സെട്ര. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് 1/z മൈനസ് 1 ആണ്. ഇവിടെ എല്ലാം ഇസഡ് മൈനസ് 1ന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക 3/z മൈനസ് 1 -3. അപ്പോൾ 3/z മൈനസ് 1 ഇവിടെ നമുക്ക് കിട്ടി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് 1/z മൈനസ് 1 എന്താണ്, 3 ആണ്. അപ്പോൾ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമ്മുടെ ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണ്, ഈ രണ്ട് റെസിഡ്യൂയും കൂടെ സം ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 2πi ചെയ്യുക. അപ്പോൾ 2 + 3 ഇൻറ്റു 2πi 10πi ആൻസർ. ഇനി നമ്മൾ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇത് എക്സാമിന് ചോദിക്കാറൊന്നുമില്ല, എന്നാലും ഇതൊന്ന് പഠിച്ചിരുന്നോളൂ. അപ്പം നമ്മൾ നേരത്തെ ആ കോഷി റെസിഡ്യൂ തിയറം വെച്ച് ചെയ്ത പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഇവിടെ. അതായത് ഇന്റഗ്രൽ ഓവർ അവിടെ നമ്മൾ അതായത് ഒരു സർക്കിളിന്റെ അകത്ത് 3, 4, 5, 6 സിംഗുലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഓവർ സി FZ DZ കാണുമ്പോൾ ഈ ഓരോ പോയിന്റിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഈ ഓരോ പോയിന്റിലും റെസിഡ്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അത് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു തിയറം പറയുന്നത്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് എവറിവെയർ ഇൻ ദ ഫൈനൈറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലർ പോയിന്റ്സ് ഇന്റീരിയർ ടു എ പോസിറ്റീവ്ലി ഓറിയന്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. അതായത് ഒരു ക്ലോസ്ഡ് കോണ്ടൂർ സി ഉണ്ട്. ഈ സിയുടെ ഉള്ളിൽ ചില ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ഒഴിച്ച് ബാക്കി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ഈ ബാക്കി സിംഗുലാരിറ്റീസ് എല്ലാം എവിടെ ഉണ്ടാവണം, ഈ സിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ബാക്കി എല്ലായിടത്തും ഇത് അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി FZ DZ എന്താണ്, നമ്മുടെ കോഷി റെസിഡ്യൂ തിയറം വെച്ചിട്ട് 2πi ഇൻറ്റു ഈ ഓരോ പോയിന്റിലെയും റെസിഡ്യൂ കണ്ടുപിടിക്കണം. ബട്ട് ഈ തിയറം പറയുന്നത് എന്ത് ചെയ്താൽ മതി, റെസിഡ്യൂ അറ്റ് Z ഈക്വൽ ടു 0 നമ്മൾ എന്താ നമ്മുടെ f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെ 1/z² ഇൻറ്റു f(1/z) ചെയ്യുക. അത് ആ ഫംഗ്ഷന്റെ റെസിഡ്യൂ അറ്റ് Z ഈക്വൽ ടു 0 ഇൻറ്റു 2πi ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് ഈ പല പോയിന്റ്സിലെയും റെസിഡ്യൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, പകരം എന്ത് ചെയ്താൽ മതി,
1 by z square into f of 1 by z എന്ന് പറയുന്ന ആ ഫംഗ്ഷന്റെ റെസിഡ്യൂ അറ്റ് 0 കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഈ റെസിഡ്യൂ, അതായത് ഈ റെസിഡ്യൂവിന്റെ നെഗറ്റീവിനെയാണ് നമ്മൾ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 1 by z സ്ക്വയർ എഫ് ഓഫ് 1 by z, ഇതിനെയാണ് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ തിയറമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ പ്രൂവ് ചെയ്തിട്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ, ഈ പ്രൂഫ് ഒന്നും പഠിക്കണമെന്നില്ല, പറ്റുന്നവർ അറിഞ്ഞു വെക്കുക, അത്രേ ഉള്ളൂ. കൺസ്ട്രക്ട് എ സർക്കിൾ മോഡ് z ഈക്വൽ ടു R1. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിൾ സിയുടെ, സർക്കിൾ അല്ല ഒരു ക്ലോസ്ഡ് കോണ്ടൂർ സിയുടെ ഉള്ളിൽ ചില ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അപ്പോൾ ഈ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന പോലെ വലിയൊരു സർക്കിൾ ഞാൻ എടുക്കുകയാണ്. ആ വലിയ സർക്കിള് മോഡ് z ഈക്വൽ ടു R1 വിച്ച് കണ്ടെയ്ൻസ് സി. അതാണ് ആ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയൊരു സർക്കിൾ എടുത്തു. Let C naught equal to mod Z equal to R naught, where R naught greater than R1. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന കോണ്ടൂറാണ്. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സർക്കിളാണ് മോഡ് Z ഈക്വൽ ടു R1. ആ മോഡ് Z ഈക്വൽ ടു R1നെ കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സർക്കിളാണ് മോഡ് Z ഈക്വൽ ടു R0. അപ്പോൾ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന സർക്കിള് ഇതാണ്, സർക്കിളായിട്ട് വരയ്ക്കണം കേട്ടോ. അതിനെയും കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന സർക്കിളാണ് ഈ സി നോട്ട്. അതായത് എല്ലാം ഈ സി നോട്ടിന്റെ ഉള്ളിൽ വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എങ്ങനെയാണ്? ഈ റേഡിയസ്, അതായത് കോണ്ടൂർ സിയുടെ ഉള്ളിലാണ് ഇതിന്റെ എല്ലാ സിംഗുലാരിറ്റീസ്. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ റേഡിയസ് R1 ആണ്. അപ്പോൾ R1 ലെസ് ദാൻ മോഡ് Z ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ സർക്കിളിന്റെ എക്സ്റ്റീരിയർ ആണ്. അപ്പോൾ ഈ എക്സ്റ്റീരിയറിൽ നമ്മുടെ ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കും, കാരണം സിംഗുലാരിറ്റീസ് നമ്മുടെ ഈ ക്ലോസ്ഡ് കോണ്ടൂറിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇതൊരു ആനുലർ റീജിയൻ ആയതുകൊണ്ട് അവിടെ ഈ എഫ് ഓഫ് ഇസഡിന് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. ആ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ് സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Cn ഇസഡ് റേസ് ടു. ഈ Cn എന്ന് പറയുന്ന ലോറൻസ് സീരീസിന്റെ തിയറത്തിൽ നിന്ന് 1/2πi ഇന്റഗ്രൽ ഓവർ C നോട്ട് എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് റേസ് ടു n+1 dz ആണ്. n ഈക്വൽ ടു -1 ആകുമ്പോൾ എന്താ വരും? ഇത് C -1 1/2πi, ഇത് ഇസഡ് റേസ് ടു 0 വരും, അതായത് 1 എഫ് ഇസഡ് dz വരും. ഇനി നമ്മൾ 1/z സ്ക്വയർ എഫ് ഓഫ് 1/z എന്ന് പറയുന്ന സീരീസ് എന്താണെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ 1/z സ്ക്വയർ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. എഫ് ഓഫ് ഇസഡ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതാ. അപ്പോൾ അവിടെ എഫ് ഓഫ് 1/z എന്ന് പറയുമ്പോൾ 1/z സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് Cn 1/z റേസ് ടു n. അപ്പോൾ ഈ 1/z സ്ക്വയർ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Cn ബൈ ഇസഡ് റേസ് ടു n+2. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഡൊമെയിൻ എന്തായിരുന്നു? R1 ലെസ് ദാൻ മോഡ് Z ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരുന്നു. അപ്പോൾ ഇത് 1/z എന്നുള്ള ഇസഡിനെ 1/z കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പോൾ ഇത് 1/R1 ഗ്രേറ്റർ ദാൻ 1/mod Z ഗ്രേറ്റർ ദാൻ 0 എന്നാണ് വരിക. അതായത് ഈ ഇവിടെ നമ്മൾ 1/z കൊണ്ട് റീപ്ലേസ്, അതായത് ഇവിടെ ഇസഡ് തന്നെയാണ് എഴുതിയിരുന്നെങ്കിൽ ഇവിടെ 1/mod Z എഴുതിയാണ്. ബട്ട് ഇവിടെ നമ്മൾ ഇസഡിന് പകരം 1/z തന്നെ വെച്ചിരിക്കുന്നുണ്ട്. 0 ലെസ് ദാൻ മോഡ് Z ഇവിടുത്തെ ഇസഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെയുള്ള ഓരോ ഇസഡിന്റെയും പ്രോപ്പർട്ടി എന്താണ്? 0 ലെസ് ദാൻ മോഡ് Z ലെസ് ദാൻ 1/R1 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് Cn ബൈ ഇസഡ് റേസ് ടു n+2 കിട്ടി. ഇനി ഞാൻ ഈ n-ന് പകരം n-2 കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ സമ്മേഷൻ ഇങ്ങനെയായി, Cn-2 ഇത് ഇസഡ് റേസ് ടു n ആയി. ഇനി n-2 ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. -2 അപ്പുറത്തോട്ട് എടുത്താലും ഇത് എന്ത് തന്നെയാണ്? n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Cn-2 ബൈ ഇസഡ് റേസ് ടു n ആണ്. അപ്പോൾ നമ്മുടെ കോഎഫിഷ്യന്റ് C-1 എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് എന്താണ്? 1/z ആണ്. കോഎഫിഷ്യന്റ് ഓഫ് 1/z ആണ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 1/z സ്ക്വയർ എഫ് ഓഫ് 1/z. അപ്പോൾ അതായത് ഈ ഫംഗ്ഷൻ 1/z സ്ക്വയർ എഫ് ഓഫ് 1/zന്റെ കോഎഫിഷ്യന്റ്, അതായത് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0, കോഎഫിഷ്യന്റ് ഓഫ് 1/z എന്ന് പറയുന്ന റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 1/z സ്ക്വയർ എഫ് ഓഫ് 1/z ആണെന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അതായത് ഇന്റഗ്രൽ ഓവർ C നോട്ട് എഫ് z dz 2πi റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 1/z സ്ക്വയർ എഫ് ഓഫ് 1/z ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അതിന്റെ പ്രൂഫ് ഒന്നും
പഠിക്കണമെന്നില്ല നിങ്ങൾ. പക്ഷെ ഇത് ചിലപ്പം ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പം കുറച്ചു മുമ്പ് നമ്മൾ ചെയ്ത ആ പ്രോബ്ലം ഇല്ലേ, 5z - 2 by z into z - 1. അപ്പോൾ ആ കേസ് ഇതിനോട് സിമിലർ ആണ്. അതിന്റെ രണ്ട് സിംഗുലാരിറ്റി 0ഉം 1ഉം ഈ സർക്കിളിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ രണ്ട് പോയിന്റിലും നമ്മൾ സിംഗുലാരിറ്റി റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം, കോഷി റെസിഡ്യൂ തിയറം വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ഈ തിയറം അപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? 2πi into residue at z equal to 0 1 by z square f of 1 by z ചെയ്യാം. അപ്പം ഇതിന്റെ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 കാണണമെങ്കിൽ ആദ്യം ഈ സീരീസ് എന്താന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 1 by z square f of 1 by z. അപ്പോൾ ഇതാണ് 1 by z square. നമ്മുടെ ഫംഗ്ഷൻ f of z ഇതാണ്. ഇവിടെ z-ന് പകരം 1 by z കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5 - 2z by z into 1 - z കിട്ടും. അപ്പം നമുക്ക് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 ആയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഇൻ ടേംസ് ഓഫ് z ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ ഇതെല്ലാം z-ന്റെ ടേംസിലാണ്, ഇത് മാത്രമാണ് 1 - z ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ mod z ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇത് 5 by z - 2 into 1 - z raised to -1. അപ്പോൾ ഇത് 5 by z - 2 into ഇത് 1 plus z square എന്ന് കിട്ടി. ഇനി ഇവിടെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5 by z plus 5 plus ഇതെല്ലാം z-ന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ്. ഇവിടെയാണ് കോഎഫിഷ്യന്റ് ഓഫ് 1 by z. അതെന്താണ്? 5. അപ്പോൾ തിയറം വെച്ചിട്ട് ഇത് 2πi into 5 എന്ന് കിട്ടും. 10πi. നേരത്തെ കിട്ടിയ ആൻസറും ഇപ്പൊ കിട്ടിയ ആൻസറും സെയിം തന്നെയാണ്.